തലയിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് അവൻ കണ്ണു തുറന്നത്. കണ്ണുകളിൽ പോലും വേദന. ഞാൻ എവിടെയാ? അവനൊന്നും മനസ്സിലാകാതെ ആദ്യം തന്നെ തലയൊന്നു കുടഞ്ഞു. നേരെ നോക്കിയതും കണ്ടത് മണിക്കുട്ടിയുടെ ഫോട്ടോ. ആദ്യം അവനിൽ ഒരു പുഞ്ചിരി ഉണ്ടാക്കിയെങ്കിലും പെട്ടെന്നൊന്ന് ഞെട്ടിക്കൊണ്ട് ചുറ്റും നോക്കി. ആണ്, ഇവിടെ തന്നെയാണ്. ഇന്നലെ സോറി പറയാൻ വന്നതാ. അവളോട് മുട്ടാനുള്ള ധൈര്യത്തിന് രണ്ടെണ്ണങ്ങ് കാച്ചി. പക്ഷേ പിന്നെയൊന്നും ഓർമ്മയില്ല. കള്ളുടിയാ വിളിയെത്തി. അവൻ ഞെട്ടിക്കൊണ്ട് കേട്ട ഭാഗത്തേക്ക് നോക്കിയതും കയ്യിലൊരു ഗ്ലാസും പിടിച്ചു വരുന്ന മണി. അവൻ അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചു. എന്താടോ കള്ളുടിയാ, ഇങ്ങനെ നോക്കല്ലേ, ഞാൻ പേടിച്ചു പോകും. അവൾ പറയുന്നത് കേട്ട് അവൻ അല്പം ദേഷ്യത്തോടെ ബെഡിലേക്ക് ചാരിയിരുന്നു. തലയ്ക്ക് വേദന ഉള്ളതുകൊണ്ട് തന്നെ നെറ്റിയിൽ കൈവച്ചുകൊണ്ടിരുന്നു. അടുത്തൊരു ഗ്ലാസ് കൊണ്ടുവച്ചത് കണ്ടാണ് അവൻ തല ഉയർത്തിയത്. നനഞ്ഞ കൈത്തലം ധാവണശീലയിൽ തുടച്ചുകൊണ്ട് അവൾ ചുണ്ടുകൂട്ടി. നല്ല കട്ട തൈരാ, ഇന്നലത്തെ കെട്ടങ്ങ് ഇറങ്ങട്ടെ കള്ളുകുടിയാ. ഡേ, ഇനി അങ്ങനെ വിളിച്ചാണ്ടല്ലോ. ഓ പിന്നെ, കള്ളം കുടിച്ച് വല്ലരുടെയും വീട്ടിൽ വന്ന് ബഹളം വെക്കണവരെ പിന്നെ എന്താ വിളിക്കേണ്ടത്? വലിയ വാദ്യാർ വന്നേക്കണു, വേണമെങ്കിൽ എടുത്ത് കുടിക്കാൻ നോക്ക്. അതും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞു പോകുന്ന മണിക്കുട്ടിയെ കണ്ട് അവന് ചിരി വന്നു. ഇന്നലെ അത്രയും ഓവറായിരുന്നു. ഏയ്, കൂടിപ്പോയാൽ 2 ചീത്ത, അതിൽ കൂടുതലാകാൻ ഒരിക്കലും ചാൻസ് ഇല്ല. പിന്നെ അവളാകുമ്പോൾ ഇച്ചിരി കൂട്ടിയേ പറയൂ. അവൻ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഗ്ലാസ് എടുത്ത് ഇച്ചിരി കുടിച്ചു. പുളി കൊണ്ട് മുഖം ചുളിഞ്ഞുപോയി. ഡീ കോപ്പേ, നീ ഇതെന്താടി കൊണ്ടു തന്നത്? അവൻ അലറുകയായിരുന്നു. അതല്ലേടോ പറഞ്ഞത് തൈരാണെന്ന്, വേണേ എടുത്ത് കുടിക്കുക, അല്ലേ എണീറ്റ് പോടും. അകത്തളത്തിൽ നിന്നും അവളുടെ ശബ്ദമെത്തി. അവൻ ചിരിയോടെ അത് നുണഞ്ഞു കുടിച്ചുകൊണ്ടിരുന്നു. തലയിലെല്ലാം എന്തോ ഭാരം പോലെ. കണ്ണുകളൊന്ന് നിവർത്തി ചിമ്മി തുറന്നുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചതും കണ്ടു തോർത്തുമുണ്ട് തോളിലിട്ട് ബ്രഷും പിടിച്ചു വരുന്ന ഗൗതമിനെ. മണിയേ, ഏട്ടന് ചായയില്ലേടി? പോയി പല്ല് തേച്ചിട്ട് വാടോ, സൂര്യൻ ഉച്ചയിൽ ഉദിക്കാതെ എഴുന്നേക്കില്ല, എന്നിട്ടാ ചായ. അവൾ ഉറക്കെ തന്നെ പറഞ്ഞു. ഗൗതമാണെങ്കിൽ വേണ്ടായിരുന്നു എന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് റൂമിലേക്ക് കയറിയതും കണ്ടു ചിരി ഒതുക്കി പിടിച്ചുകൊണ്ട് ഗ്ലാസ്സിലും തലയിട്ട് നിൽക്കുന്ന നന്ദനെ. ഗൗതം ചുണ്ട് കടിച്ചു. ആ അത് ശരി, എനിക്ക് ചായ ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഡേ മണി, ഇവനെ നീ ചായ കൊടുത്തല്ലോ? അവൻ ഉറക്കെയായി ചോദിച്ചു. ആണോ, എന്നാ നന്നായി പോയി, വേണേ അങ്ങേർതി നിന്ന് മുണുങ്ങ്. അവളുടേത് ദേഷ്യത്തോടെയുള്ള സംസാരമായിരുന്നു. അവൾ ദോശ ചുടുന്നതിനിടയിൽ എന്തൊക്കെയോ പെറുക്കി പറയുന്നത് കേട്ട് മുത്തശ്ശി ഒന്ന് ചിരിച്ചു. ചിരിച്ചോ ചിരിച്ചോ? അവളൊന്ന് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങ് താടാ കോപ്പേ. ചായ കുടിക്കും പോലെ മെല്ലെ ഊതി ഊതി അഭിനയിച്ച് കുടിക്കുന്ന നന്ദൻ്റെ കയ്യിൽ നിന്നും സ്റ്റീൽ ഗ്ലാസ് പിടിച്ചു വാങ്ങി അണ്ണാക്കിലേക്ക് കമഴ്ത്തുന്നതിനിടയിൽ ഗൗതം പറഞ്ഞു. അത് കുറച്ച് വായിലായതും ഗൗതം പുളി തിന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് അതിറക്കി. എന്നിട്ട് ഗ്ലാസ്സിലേക്കൊന്ന് നോക്കി. അയ്യേ, ഇതെന്താടാ ആകെ പുളി? ഈ കാടി വെള്ളത്തിൽ പുളിയിട്ട് വെച്ചതാണോടാ നീ രാവിലെ തന്നെ വെച്ച് കയറ്റിയത്? എൻ്റെ നാക്ക് വരെ പോയി. ആകെ വല്ലാത്ത അവസ്ഥയിൽ ഗൗതം പറയുന്നത് കേട്ട് നന്ദൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. അനുഭവിക്കടാ, നിന്റെ പെങ്ങൾ എന്നെ കൊണ്ടു തന്നതാ എൻ്റെ കെട്ടുവിടാൻ. അതെടുത്ത് അണ്ണാക്കിലേക്ക് കമിഴ്ത്തിയിട്ട് ആർത്തി പണ്ടാരം. ഓഹോ, ഒരാർത്തി ഇല്ലാത്തൊരു പുണ്യാളൻ. ഇന്നലെ ഞാൻ കണ്ടതാ നിന്റെ ആർത്തി. കള്ളും കുടിച്ച് വന്നതും പോരാ എൻ്റെ പെങ്ങളെ പറയിപ്പിക്കാൻ നിൽക്കണ്ട. ഗൗതം ഇച്ചിരി ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് നന്ദൻ ഒന്ന് ഞെട്ടി. നന്ദൻ തലയ്ക്ക് കൈവച്ച് എന്തോ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഗൗതം വെറുതെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി ചിരി കടിച്ചു പിടിച്ചു. ഡാ, ഞാൻ മോശമായി എന്തെങ്കിലും? നന്ദൻ്റെ ശബ്ദമിടറി. മോശമായോ എന്നൊന്നും അറിയില്ല, നല്ലോണം കീർത്തനം പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അവളുടെ മുഖം കണ്ടിട്ട് തോന്നുന്നത് എന്ന് നിനക്ക് അതിനും നല്ലൊരു പാട്ട് അവൾ പാടിത്തരുമെന്ന്. ഇളിച്ചുകൊണ്ട് ഗൗതം പറയുന്നത് കേട്ട് നന്ദൻ അവൻ്റെ പുറത്ത് തന്നെ ഒന്ന് കൊടുത്തു. അവൻ്റെ ഒരു മനുഷ്യൻ്റെ പാദജീവൻ അങ്ങ് പോയി. നന്ദൻ ഒന്ന് ശ്വാസം വലിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ഗൗതം ഒന്ന് ചിരിച്ചു. മിക്കവാറും ഉള്ള ജീവൻ എൻ്റെ പെങ്ങൾ എടുത്തോളൂ. നീ വന്നേ, ഒരു നീണ്ട കുളിയും കുളിച്ച് ചൂടോടെ നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വാ. നന്ദൻ്റെ കയ്യും പിടിച്ച് വലിച്ചു പോകുന്നതിനിടയിൽ ഗൗതം പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിൽ അഴയിൽ കിടക്കുന്ന തോർത്തെടുത്ത് അവൻ ഗൗതമിന് പിന്നാലെയായി നടന്നു. ഡോ, അതെന്തേതാടോ? പുറകിൽ നിന്നും മണിക്കുട്ടിയുടെ ശബ്ദം. നീ പോടി, എനിക്കിഷ്ടമുള്ളത് ഞാൻ എടുക്കും, കയറിപ്പോടിയകത്ത്. തിരിഞ്ഞു നിന്നുകൊണ്ട് നന്ദൻ പറഞ്ഞു. അവളുടെ മുഖം ചുവന്നു. താൻ പോടോ, കേട്ടോൽക്കച്ചോ തിണ്ടി കോചകൻ. ആദ്യ അല്പം ശബ്ദത്തിലാണെങ്കിലും അവസാനം പറഞ്ഞത് ശബ്ദം താത്തിയായിരുന്നു. അവളുടെ ചുണ്ടനക്കം നോക്കി കാര്യം മനസ്സിലായ നന്ദൻ ഇച്ചിരി ഗൗരവത്തോടെ മീശയൊന്ന് പിടിച്ചു.
ഘടോൽക്കച്ചനല്ലേ, ശരിയാക്കി തരാം. മെല്ലെ പറഞ്ഞുകൊണ്ട് അവൻ ഗൗതമിൻ്റെ കൂടെ തിരിഞ്ഞു നടന്നു. അതുവരെ ദേഷ്യത്തോടെ നോക്കിയിരുന്ന മണിക്കുട്ടിയുടെ ചുണ്ടിൽ ഒരു ചിരി നിറഞ്ഞു. തിരികെ നടക്കുമ്പോൾ നന്ദൻ്റെ ചുണ്ടിൽ കണ്ട അതേ പുഞ്ചിരി. എന്നാലും എവിടുന്ന് കിട്ടിയടാ ഇതുപോലൊരു മൂശയായിട്ട് സ്വഭാവമുള്ള ഒന്നിനെ? കുളത്തിലൊന്ന് മുങ്ങി നിവർന്ന് ചിരിയോടെ നന്ദൻ ചോദിച്ചതും പടവിലിരുന്ന് പല്ല് തേക്കുന്ന ഗൗതം ഒന്ന് ചിരിച്ച്, ഡാടാ വേണ്ട, അതുപോലൊരു കുട്ടി എവിടെയെങ്കിലും കാണാൻ കഴിയോടാ. അതും ശരിയാ, ഇതുപോലൊരു സാധനത്തിന് ഈ ലോകത്തെവിടെയും കാണാൻ കഴിയില്ല. സ്വഭാവം ശൂർപ്പണകിടേതല്ലേ. ഒന്ന് ചുണ്ടുകോട്ടി പറഞ്ഞുകൊണ്ട് ഒന്ന് നീന്തി തുടിച്ച് പടവിലേക്ക് കയറിയിരുന്നു കൊണ്ട് നന്ദൻ പറഞ്ഞു. ഗൗതം ഒന്ന് ചിരിയോടെ അവൻ്റെ പുറത്തൊന്ന് തട്ടി. അത് നിനക്ക് അവളെ ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. പുറമെ എത്ര ബഹളം വെച്ചാലും മനസ്സിലൊന്നുമില്ല. അതുകൊണ്ടല്ലേ നിന്നോട് വഴക്ക് കൂടുമെങ്കിലും പിന്നീട് നന്ദേട്ടാന്ന് വിളിച്ച് നിന്റെ പുറകെ തന്നെ വന്നിരുന്നത്. ഗൗതമിൻ്റെ വാക്കുകൾ കേൾക്കും തോറും നന്ദേട്ട എന്ന് വിളിച്ച് കൊഞ്ചി ഓടി വരുന്ന 5 വയസ്സുകാരിയെ ഓർമ്മയിൽ വന്നു. താനൊന്ന് പിണങ്ങിയാൽ കരഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ തന്നെ തൂങ്ങിയിരുന്ന് ആ പഴയ മണിക്കുട്ടിയെ. പിന്നീട് എപ്പോഴോ തന്നിൽ നിന്നും അകന്ന അവൾ ഒരിക്കൽ പോലും തന്നോട് മര്യാദയ്ക്കൊന്നും മിണ്ടിയിട്ടില്ല. എവിടെയാണ് തനിക്ക് പിഴച്ചത്? അവളെ മനസ്സിലാക്കുന്നതിലോ, അതോ മനസ്സിൽ പലവട്ടം മിന്നി മറിഞ്ഞ ചോദ്യത്തിനൊരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രായത്തിൻ്റെ ചാബല്യത്തിൽ തൻ്റെ ഉള്ളിൽ കയറി കൂടിയ മുകിൽ. അവൻ്റെ ചിന്തകൾ പല വഴി സഞ്ചരിച്ചു. കുളത്തിലേക്ക് എടുത്തു ചാടി ഒന്ന് മുങ്ങി നിവർന്നപ്പോഴും ഗൗതം കാണുന്നത് എന്തോ ആലോചിച്ചിരിക്കുന്ന നന്ദനെയാണ്. ഗൗതം ഒരു കള്ളച്ചിരിയോടെ അവനെ നോക്കി. എന്താടാ, ആരെയാടാ ആലോചിക്കുന്നേ? മുകിലിനെയോ? ചിരിയോടെ ചോദിക്കുന്ന ഗൗതമിനെ അവൻ കടുപ്പത്തിലൊന്ന് നോക്കി. മോനെ, വെറുതെ വായിലിരിക്കണ കേൾക്കണ്ട. അവൻ്റെ വായിലുള്ള തെറിയെല്ലാം കേട്ടതോടെ ഗൗതം ഒന്ന് മുഖം ചുളിച്ചു. വെറുതെ അല്ലടാ മണി നിന്നെ ഇടയ്ക്കിടെ എടുത്ത് കൊടയുന്നത്. ഒന്നുമില്ലെങ്കിൽ നീ ഒരു അധ്യാപകനല്ലേടാ, മാന്യമായ ഭാഷയിൽ സംസാരിച്ചൂടെ? അല്ലടാ, ഇതിലും നല്ല ഭാഷ ഞാൻ പറഞ്ഞുതരാം. അവൻ്റെ ഒരു ആങ്ങളയ്ക്കും പെങ്ങൾക്കും ഉള്ളതായി ചോദ്യം. ഓപ്പ്. ഞാൻ നിൻ്റെ കൂടെ നടക്കുന്നത് കൊണ്ട് എനിക്കറിയുന്നതിൽ അത്ഭുതമില്ല. പക്ഷെ അവളെങ്ങനെയാണ് അറിഞ്ഞത്? അതും കൂടാതെ തേപ്പും കിട്ടിയത് കറക്റ്റായി അറിഞ്ഞിട്ടുണ്ട്. ആരാണാവോ അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? അവൾക്കാരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കള്ളത്തരം കണ്ടുപിടിക്കാൻ അവളെ കഴിഞ്ഞ ഈ നാട്ടിൽ വേറെ ആരുള്ളൂ? നിൻ്റെ പെങ്ങളില്ലേ, ആ സാധനമാണ് എന്നെ മുകിലിനെ ആദ്യമായി പിടിച്ചത്. അതും ഈ കുളിപ്പടവിൽ വെച്ച്. അന്ന് എൻ്റെ കയ്യിലും കടിച്ചുകൊണ്ട് ആ കോപ്പ് വീട്ടിലേക്ക് ഓടിയത്. അതെന്തിനാണെന്ന് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. വീട്ടിൽ പറയുമെന്ന് പേടിയുണ്ടായിരുന്നു. പറഞ്ഞില്ല, പക്ഷെ എന്നോട് മിണ്ടിയില്ല. ആ കോപ്പനെ തേച്ച് എന്നറിഞ്ഞ് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചവളാ. അതും പോരാഞ്ഞിട്ട് വീട്ടിലും പറഞ്ഞു. കുമാരാട്ടൻ്റെ കടയിൽ നിന്ന് 10-20 ലഡു ഒറ്റ ദിവസം കൊണ്ട് പോയത്. അതിൻ്റെ പൈസയാണ് ഞാൻ തന്നെ കൊടുക്കേണ്ടി വന്ന്. ഇത്രയും വലിയ ഗതികേട് നിനക്കുണ്ടായിട്ടുണ്ടോടാ? ഉണ്ടാവില്ല. ഉറക്കെ പറഞ്ഞുകൊണ്ട് ഗൗതമിനോടൊപ്പം വെള്ളത്തിലേക്ക് ഇറങ്ങിയ നന്ദനെ കണ്ട് ഗൗതമിന് ചിരി ഒതുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം കണ്ടിട്ടും അതിനുള്ള കാരണം നിനക്ക് മനസ്സിലായില്ലേ? ഗൗതം ചിരിയോടെ തന്നെ ചോദിച്ചു. നന്ദനൊന്ന് ആലോചിച്ചുകൊണ്ട് ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. ഗൗതം അവനെ നോക്കി കഷ്ടമെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് കുളത്തിൽ നിന്നും കയറി. പിന്നാലെ തന്നെ നന്ദനും നനഞ്ഞ തോർത്ത് മാറ്റി പടവിൽ വെച്ച മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് തോർത്തൊന്ന് കുടഞ്ഞ് ശരീരത്തിന് മുകളിലൂടെ ഒന്നിട്ടു. എന്നാൽ പിന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും പ്രായമായില്ലേ, ഇച്ചിരിയെങ്കിലും കോമൺ സെൻസ് ഉപയോഗിച്ച് നോക്ക്, അപ്പം പിടികിട്ടും. ഗൗതം അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നതും കാര്യമൊന്നും പിടികിട്ടിയില്ല എങ്കിലും എന്തൊക്കെയോ അറിയാവുന്ന പോലെ നന്ദനും പിന്നാലെ പോയി. മണി, കാപ്പിയായില്ലേ? ടേബിളിലിരുന്ന് അടുക്കളയിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ഗൗതം വിളിച്ചു ചോദിച്ചു. അതിന് മറുപടി എന്നോണം ഉണ്ടക്കണ്ണം വിടർത്തി ഒരു നോട്ടമായിരുന്നു. സാധാരണ ഇങ്ങനെ അല്ലല്ലോ. അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചതും ഗൗതം അടുത്തിരിക്കുന്ന നന്ദനെ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. തിണ്ണയിൽ ഭംഗിയായി അട്ടിവെച്ച പാത്രങ്ങളിൽ നിന്നും 2 പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിൽ ഇട്ടിട്ടുള്ള ചെറിയ മേശയിൽ വന്നിരുന്നു. അപ്പോഴേക്കും ധാവണത്തലപ്പം ഇടുപ്പിൽ തിരുകിക്കൊണ്ട് ദോശയും സാമ്പാറുമായി അവൾ എത്തിയിരുന്നു. അതവിടെ വെച്ച് പോകാൻ നിന്നതും ഗൗതം അവളുടെ കയ്യിലൊന്ന് പിടിച്ചു. വിളമ്പിത്താടിയ മണിയേ, അവൻ ചിരിയോടെ പറഞ്ഞതും അതുവരെ ഗൗരവം നിറഞ്ഞ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തങ്ങി. അവനെ കള്ളഗൗരവത്തോടെ അതോടൊപ്പം ചെറുപുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് 2 ദോശയെടുത്ത് അവൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്തു. കുറച്ച് സാമ്പാർ ഒഴിച്ചുകൊണ്ട് മാറാൻ നിന്നതും കണ്ടു പ്രതീക്ഷയോടെ തന്നെ നോക്കുന്ന നന്ദനെ. നന്ദേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഒരു വേള തൻ്റെ കയ്യിൽ നിന്നും പ്രസാദം തട്ടിയെറിഞ്ഞ നന്ദനെ ഓർമ്മ വന്നു. അവൾ ഒരു ഭാവവും കാണിക്കാതെ പോകാൻ നിന്നപ്പോൾ ഗൗതം കൈവിടാതെ അവനെ കാണിച്ചു കൊടുത്തു.
അവൻ അവളെ നോക്കിയിരിക്കുകയായിരുന്നു. ഇച്ചിരി പുച്ഛം നൽകിക്കൊണ്ട് അവൾ അവനും വിളമ്പി. അവൻ കഴിക്കാൻ ആരംഭിച്ചതും അതിടം കണ്ണോടെ ചുണ്ടിലൊളിപ്പിച്ച പുഞ്ചിരിയുമായി കണ്ടുകൊണ്ട് തിരിഞ്ഞു നടന്നു. അടുപ്പത്തെന്തോ പണിയിലായിരുന്നു അവൾ. പിന്നെ ഏട്ടനുള്ള ചായ ആ കപ്പിൽ വെച്ചിട്ടുണ്ട്, ആ ഗ്ലാസ്സിലുള്ളത് അയാൾക്കാ. മണിയൊന്ന് ഉറക്കെയായി തന്നെ പറഞ്ഞു. ഗൗതം അവളെ ഒന്ന് കോർപ്പിച്ചു നോക്കി. അതെന്താടി 2 ചായ? സത്യം പറയടി, അത് നീ എന്ത് പാഷാണാടി കലക്കിയത്? അവൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് പല്ല് കടിച്ചു. മാടൻ, പെങ്ങൾ വിശ്വാസമില്ലാത്ത കാലമാടൻ. ദേ, പാഷാണം കലക്കിയിട്ടുണ്ട്, അത് ആദ്യം തന്നെ പറയാനുള്ള മാന്യത മണി കാണിക്കും. കത്തിയൊന്ന് ഉയർത്തിക്കൊണ്ടുള്ള അവളുടെ വർത്തമാനം കേട്ട് നന്ദൻ തരുപ്പ് കയറി ചുമിച്ചു. എന്നിട്ട് എന്തോന്നടേ ഇത് എന്നൊരു നോട്ടം ഗൗതമിലേക്ക്. പറ്റിപ്പോയടാ എന്നൊരു എക്സ്പ്രഷൻ ഗൗതമിൽ നിന്നു. അയാൾക്ക് ചായയിൽ ഏലക്ക വേണം, ഏട്ടനതിഷ്ടമല്ലല്ലോ, അതാ വ്യത്യാസം. അടുപ്പത്ത് നിന്നും കറിപാത്രം വാങ്ങി വെക്കുന്നതിനിടയിൽ അവൾ പറയുന്നത് കേട്ട് നന്ദൻ്റെ ചുണ്ടിൽ ഒരു ചെറു ചിരി തട്ടി. മെല്ലെ ഗ്ലാസ് ചുണ്ടോട് ചേർത്ത് ചായ ഒന്ന് മുത്തി കുടിച്ചു. എന്തോ അതിൽ സ്നേഹത്തിൻ്റെ രുചി കൂടിക്കലർന്നതായി അവന് തോന്നി. അവൻ്റെ കണ്ണുകൾ ഒരു വേള അവളെ തേടിപ്പോയി. അടുപ്പത്തെ പുകയിൽ കണ്ണു ചുളിച്ചുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയായിരുന്നു അവൾ. അവൻ എന്തെന്നില്ലാത്ത വാത്സല്യമാണ് തോന്നിയത്. അവൾ 10ൽ പഠിക്കുമ്പോൾ മുത്തശ്ശിയെ കാണാൻ വരുമ്പോൾ പലവട്ടം മണിക്കുട്ടിയുടെ അമ്മയിൽ നിന്നും കേട്ടൊരു പരാതി. കുട്ടിക്കൊരു ജോലിയും അറിയില്ല. ഇന്നീ വീട് മുഴുവൻ നോക്കി നടക്കുന്ന അവളെ കണ്ട് അവനെന്തോ ഉള്ളിലൊരു നീറ്റൽ കൂടി ഉണ്ടായി. അല്ല മണിക്കുട്ടിയെ, നീ പുതിയ പുസ്തകമൊന്നും എഴുതാൻ ആലോചിക്കുന്നില്ലേ? ഇന്നലെ വേണുമാഷിനെ കണ്ടപ്പോഴും ചോദിച്ചു. കഴിപ്പിനിടയിൽ ഗൗതം ചോദിച്ചതും അവൾ അടുപ്പത്ത് നിന്നും ചൂടുവെള്ളം ഫ്ലാസ്കിലേക്ക് കമഴ്ത്തി. ഒന്നാലോചനയിലുണ്ട്, പക്ഷേ പഴയ പോലെ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. അതെന്താടി, നിന്റെ അജ്ഞാത കാമുകൻ ചത്തോ? ഗൗതം ചിരിയോടെ ഇടം കണ്ണുകൊണ്ട് നന്ദനെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചതെങ്കിലും എന്തോ ഒരു ഞെട്ടൽ അവളിലുണ്ടായി. ഒരു നിമിഷം എന്തോ ഒരു വേദന ഉള്ളിൽ നിറഞ്ഞു. കണ്ണുകൾ അനുസരണയില്ലാതെ നന്ദനെ തേടിപ്പോയി. പിന്നെ എന്തോ ഓർത്ത പോലെ ചിരിച്ചു. ചത്തിട്ടില്ല, പക്ഷേ എന്നെ കൊന്നുകൊണ്ടിരിക്കുക. അവളുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം നന്ദൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ നോട്ടം വരും മുന്നേ ധൃതിപ്പെട്ട് കണ്ണിലെ കണ്ണുനീർ തുടച്ചു കളഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് ഓരോന്ന് അടുക്കി വെക്കാൻ തുടങ്ങി. ഗൗതമൻ്റെ ചുണ്ടിലും ഒരു ചിരി നിറഞ്ഞു. അവൻ നന്ദനെ ഒന്ന് തട്ടി വിളിച്ചു. ഇപ്പോഴെങ്കിലും എന്തെങ്കിലും മനസ്സിലായോടെ? ഗൗതമിൻ്റെ ചോദ്യം വന്നതും നന്ദൻ ആദ്യം ഒന്ന് മണിക്കുട്ടിയെ നോക്കി. ഗൗതം ആകാംക്ഷയോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. എന്തോ പറയാൻ ഭാവിക്കും പോലെ അവൻ്റെ നോട്ടം ഗൗതമിൽ പറഞ്ഞു. ആ പറ പറ, ഉള്ളീന്ന് വരട്ടെ. ഗൗതം നന്നായി തന്നെ പ്രോത്സാഹിപ്പിച്ചു. നന്ദൻ ഒരു നിമിഷം കൈ രണ്ടും മലർത്തി അവനെ നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ലോ. ആ പറച്ചിലോടെ കഴിഞ്ഞുവെല്ലാം. ഗൗതം കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെയായി. അവൻ നന്ദനെ കൊല്ലും വിധൊന്ന് നോക്കി. പോയി തൂമ്പ എടുത്ത് 2 തെങ്ങിൻ തടം എടുക്കടാ, നിന്നെ കൊണ്ടൊക്കെ അതേ പറ്റൂ. നീ വ്യക്തമായി പറഞ്ഞാലല്ലേ മനസ്സിലാകൂ. നന്ദൻ കൈമലർത്തി. ഉണ്ടാക്കി തരും, അണ്ണാക്കിൽ ഒഴിച്ചു തരാൻ പറയരുത്. ഇങ്ങനെ പോയാൽ സ്ത്രീധനെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് അങ്ങ് പോകും. ഗൗതം അല്പം ദേഷ്യത്തോടെ അവിടെ നിന്നും എഴുന്നേറ്റു. നന്ദൻ ഇതെന്താ സംഭവം എന്നറിയാതെ നിൽക്കുകയാണ്. പെങ്ങളെ നമിച്ചു. മണിയെ നോക്കി ഒന്ന് കൈകൂപ്പിക്കൊണ്ടു പോകുന്ന ഗൗതമിനെ കണ്ട് മണിയും ഒന്ന് പകച്ചുപോയി. എല്ലാം മനസ്സിലാക്കിയ മട്ടെ നടുമുറിയിൽ വെറ്റിലച്ചെല്ലം പിടിച്ച് ചുവന്ന മോണയും കാട്ടി മുത്തശ്ശി പൊട്ടിച്ചിരിച്ചു.